ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, മനു എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ മാമച്ചനോട് ചോദിക്കുകയാണ്, എന്ത് അടയാളമാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ദേ ഇവിടെ ഒരു കടയുണ്ട്, ആ കടയുടെ പേര് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അടുത്തൊരു വലിയ മരം ഉണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അതൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, ആ ശരി ശരി ഞാനവിടെ വന്നോളാം എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് മനുവേട്ടൻ ഇപ്പോൾ വരും എന്ന് അലീനയോട് പറയുകയാണേ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനു അവിടേക്ക് വരികയാണ്. അപ്പോൾ തന്നെ അലീനെ കാണാണ് കേട്ടോ. ദേ മനുവേട്ടൻ എന്ന് പറയാണ്. ദേ ആൻറ്റി, ദേ അതാണ് മനുവേട്ടൻ എന്ന് പറയും. അപ്പോഴേക്കും രേവതിക്കുട്ടിയൊക്കെ ഇങ്ങനെ വായം പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയ്യോ ഇതാണോ മനുവേട്ടൻ? ഇത് ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ ചേച്ചി എന്ന് പറയുകയാണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇതാണല്ലേ മനുവേട്ടൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും വരികയാണ്. അപ്പോൾ ഹായ് അലീന എന്ന് പറയട്ടെ, ഹായ് മനുവേട്ട എന്ന് പറയട്ടെ. അതേ ഇതാരാണോ എന്നറിയോ എന്ന് ചോദിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. മാമച്ചനെയും അതുപോലെ തന്നെ ഗ്രേസമ്മനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എവിടെയാ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മനു പറയും, എന്നോട് നിങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലം ഇതല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ മനു. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതിയായിട്ടേ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാ. അത് ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങോട്ട് തന്നെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അങ്ങനെ മറ്റുള്ളവരോടൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ. അന്നേരം മനു പറയുന്നുണ്ട്, സോറി, 1000 ഗുഡ് ഈവനിങ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മളെ ഗ്രേസമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇവളിങ്ങനെ മനുശങ്കർ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ലാട്ടോ കരുതിയിരുന്നത് എന്ന് പറയട്ടോ. പിന്നെ എങ്ങനെയാണ് ടാറ്റ ബിർള അംബാനിയെ പോലെയാണോന്ന് കരുതിയോ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ ചോദിക്കും, എന്തെന്നടി നീ പറഞ്ഞത്? അതെ ഞാൻ കുട്ടിയായതുകൊണ്ട് എനിക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിൽ വിളിച്ച് പറയാം. അപ്പോൾ മനു പറയുന്നുണ്ട്, വെറുതെ അല്ല രേവതി എന്നുള്ള പേരിൻ്റെ കൂടെ കുട്ടീനും കൂടെ ചേർത്തത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആഹാ, എല്ലാവരും കൂടെ എന്നെ കളിയാക്കി നിൽക്കുകയാണല്ലേ, നന്നായി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ മുഖം വീർപ്പിക്കുകയാണ്. അതിനുശേഷം മനു പറയുന്നുണ്ട്, എനിക്ക് ഈ ഭാഗത്തൊക്കെ നല്ല പരിചയമാണ്, ഞാനിവിടെ അല്ലേ ജോലി ചെയ്യുന്നത്, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വന്നത് ഇവരൊന്ന് കറങ്ങാൻ കൊണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയട്ടോ. അപ്പോൾ എന്താ കൊണ്ടുപോകട്ടെ എന്ന് പറയട്ടോ, ചോദിക്കട്ടോ. അപ്പോൾ അലീന പറയും, അങ്കിള് പറയട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ മാമച്ചൻ പറയും, അതിനെന്താ നിങ്ങൾ പോയിട്ട് പോയോ, ഞങ്ങൾ ഇവിടെ കപ്പലിനെയും കുറിച്ച് നിന്നോളാന്ന് പറയും. അങ്ങനെ അലീനനെയും രേവതിക്കുട്ടിനെയും കൊണ്ട് കറങ്ങാൻ പോവാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ രേവതിക്കുട്ടി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 2 തൊപ്പിയൊക്കെ എടുക്കുകയാണ്, ഒരെണ്ണം രേവതിക്കുട്ടിക്കും ഒരെണ്ണം അലീനയ്ക്കും. അതിൻ്റെ പൈസ ഒക്കെ മനു കൊടുക്കുന്നുണ്ട്. തൊപ്പി മേടിച്ചിട്ട് രേവതിക്കുട്ടി അലീനയുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് രണ്ടുപേരെയും കൊണ്ട് ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ കറങ്ങുന്നുണ്ട്. അതിന് ശേഷം വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞായിട്ട് രേവതിക്കുട്ടിനോട് പറയാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ മേടിച്ചും കഴിഞ്ഞിട്ട് മനുവേട്ടൻ്റെ കാശൊക്കെ വെറുതെ കളഞ്ഞു. ഒരാൾ നാണമില്ലാണ്ട് ഓരോ സാധനങ്ങൾ മേടിക്കാനും അതിൻ്റെ കാശ് കൊടുക്കാനും വേറൊരാൾ എന്ന് പറയട്ടോ. അപ്പം മനു പറയും, അതൊന്നും സാരില്ല, എൻ്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പോലല്ലേ, എനിക്കിപ്പോൾ ഒരു അനിയത്തിനെ പോലെ തോന്നുന്നുണ്ട് രേവതിക്കുട്ടീനെ എന്ന് പറയട്ടോ. ആഹാ, അങ്ങനെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ രേവതിക്കുട്ടിക്ക് ഒരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, ഇപ്പോൾ ഒരു ഏട്ടനുമായി, എനിക്ക് ആരാ ഉള്ളത്? അപ്പോൾ മനു ചോദിക്കുകയാണ്, ആരും ഇല്ല അലീനയ്ക്ക്? ഇല്ല എന്നിങ്ങനെ തലാട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ കൂട്ടണില്ലല്ലേ, ഞാനില്ലേ അലീനയ്ക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയും, 2 തരം ബന്ധങ്ങളാണുള്ളത്, ഒന്ന് പിരിഞ്ഞു പോകേണ്ട ബന്ധങ്ങളും ഒന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ബന്ധങ്ങളും എന്ന് പറഞ്ഞിട്ട് അലീന മനുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ. മനു ആണെന്നുണ്ടെങ്കിലും അലീന തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അലീന ചോദിക്കുകയാണ്, അതെ നമ്മുടെ വൈജയന്തി ആൻറ്റി ഇല്ലേ, ആൻറ്റി എവിടെയാണ് പഠിച്ചതൊക്കെ എന്ന് ചോദിക്കും. ആൻറ്റി ഹൈസ്കൂളും ഡിഗ്രിയും ഒക്കെ പാലേ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ബാങ്കിൽ ജോലി കിട്ടോ? ഇല്ലില്ല, ആൻറ്റി പിന്നീട് ആഗ്രയിലേക്ക് പോയി. ആഗ്രയിലോ? ആൻറ്റിയുടെ ഒരു യെല്ലോ ബ്രദർ ഉണ്ട്, അതായത് എൻ്റെ വലിയച്ഛൻ. ആ വലിയച്ഛൻ താമസിക്കുന്നത് ആഗ്രയിലായിരുന്നു. വലിയ ബംഗ്ലാവൊക്കെ ഇപ്പം നീലഗിരിയിലാണ് എന്നൊക്കെ പറയും കേട്ടോ. വലിയ മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയും. അവിടെയാണ് ആഗ്രയിൽ നമ്മുടെ വൈജയന്തി ആൻറ്റി 2 വർഷം പോയി നിന്നത്. അതായത് വില്ലിച്ചിൻ്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി അവിടേക്ക് പോയത്. അപ്പോൾ അവിടെ ജോലിയൊക്കെ കിട്ടിയിരുന്നു. അവിടെ ആൻറ്റിക്ക് ഒരു സ്കൂൾ ടീച്ചറായിട്ടൊരു ജോലി, ഒരു നേരം പോക്കിനി അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ജോലി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ പിന്നീട് എപ്പോഴാണ് വന്നത്, ഏത് വർഷമാണ് വന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഞാനന്ന് ചെറിയ പ്രായമാണെന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഒരു വള്ളി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നത് പ്രായമല്ലേ എന്ന് ചോദിക്കുക. ഒന്ന് മിണ്ടാണ്ടിക്കടി, വലിയ വലിയ ആൾക്കാർ വലിയ കാര്യങ്ങൾ പറയും, നീയാണോ അതിൻ്റെ ഇടയിൽ കയറി വർത്താനം പറയുന്നത് വെച്ചിട്ട് രേവതിക്കുട്ടിനെ ചീത്ത അറിയാണേ. എന്നിട്ട് മനു പറയും, എനിക്ക് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല, അമ്മ പറഞ്ഞത് അവിടെ നിന്ന് പോയി വന്നതിന് ശേഷമാണ് ആൻറ്റിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. ആൻറ്റിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ആഗ്രയിൽ നിന്ന് വന്നതിന് ശേഷം സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണേ. അറിയില്ല, എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജോലി വീട്ടിലുള്ളവർ മുഴുവനും കമ്പൽ ചെയ്ത് വേണ്ടാന്ന് വെപ്പിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൻറ്റി അവിടെ നിന്ന് വന്നതിന് ശേഷം സ്വഭാവമൊക്കെ മാറിയത് എന്ന് പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആഗ്രയിൽ വെച്ചിട്ടായിരിക്കും അലീനനെ പ്രസവിച്ചതെന്നുള്ള കാര്യമൊക്കെ അലീന മനസ്സിലൂടെ ഇങ്ങനെ പോകുകയാണേ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും തിരികെ എത്താണ് കേട്ടോ. മനു പോയി, രേവതിക്കുട്ടിയും അലീനയും ഗ്രേസമ്മയും മാമച്ചനും കൂടെ വരാണ്ട്. അപ്പോൾ ജോസൂട്ടിക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലെന്താന്ന് ചോദിക്കും. ഇതിലെ പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ വറുത്തത് ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ ഇവിടെ തട്ടുദോശ ഒക്കെ തിന്ന് തിരിക്കേണ്ടി വന്നേനെ എന്ന് പറയും. ഓ താങ്ക് യു എന്ന് പറയും. എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി, കുറേ സ്ഥലങ്ങൾ കണ്ടു, മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറയും കേട്ടോ. ഇവിടെ ഒക്കെ പോയി ലാസ്റ്റ് ഒരു സിനിമയും കണ്ടു. ഞങ്ങളെ കൊണ്ടുപോയതേ ഈ മാമച്ചനാ എന്ന് പറഞ്ഞിട്ട് മാമച്ചനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണേ. അപ്പോഴേക്കും വണ്ടിയുടെ ബാക്കിൽ നിന്നൊരു കരച്ചിൽ കേൾക്കാണ് കേട്ടോ. ഗ്രേസമ്മ വണ്ടിയുടെ ഒരു ഇടുക്കി അടച്ച വഴിക്ക് പെട്ടെന്ന് കൈ അതിൻ്റെ ഇടപ്പെട്ടു. അപ്പോഴേക്കും രേവതിക്കുട്ടി ഓടി വരാണ് കേട്ടോ. അലീനയും മാമച്ചനൊക്കെ വരും. അയ്യോ തൊടല്ലേ, എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നൊലോളിച്ച് ഒച്ച വയ്ക്കുകയാണേ. അപ്പോഴേക്കും ചേച്ചി ഒന്ന് ഓടി വന്ന അലീന ചേച്ചി ഒന്ന് ആൻറ്റീനെ താങ്ങി പിടിച്ചെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുകയാണേ. അപ്പം മാമച്ചി ജോസൂട്ടിനോട് പറയുന്നത് സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്ത് വയ്ക്കിയിട്ടാന്ന് പറയും. അങ്ങനെ ഡോറൊക്കെ തുറന്ന് അവരകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ചിട്ടാണ് ഗ്രേസമ്മനെ കൊണ്ടുപോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീനയുടെ മടിയിൽ വന്ന് രേവതിക്കുട്ടി കെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, എൻ്റെ തലയൊക്കെ ഒന്ന് ചൊറിഞ്ഞു വന്ന് ചേച്ചി. എൻ്റെ കാല് വേദന എടുത്തുള്ളൂ പെണ്ണ്, ഇങ്ങനെയാണോ കെടുക്കുന്നത്? ഞാൻ കെടുക്കും ഇങ്ങനെയൊക്കെ, ഇത്ര നാളായി ചേച്ചിയുടെ മടിയിൽ ഒന്ന് കിടന്നിട്ട് എന്ന് പറയും. അങ്ങനെ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നതാ സുഖം എന്നൊക്കെ പറയുന്നുണ്ടേ. അതിനുശേഷം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാണ്. നീ നമ്മുടെ മമ്മിയെക്കുറിച്ച് ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പെട്ടെന്ന് സങ്കടമാണ്. രേവതിക്കുട്ടി പറയും, എല്ലാ ദിവസവും ഓർക്കാറുണ്ട്, എല്ലാ ദിവസവും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഒരു ഇത്തിരിയെങ്കിലും മമ്മിയുടെ അടുത്തൊന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ചേച്ചി എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, മമ്മീനെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും മമ്മി നമ്മുടെ കൂടെ തന്നെയുണ്ട്, മമ്മി നമ്മളെ എല്ലാ കാര്യങ്ങളും മമ്മി കാണുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇനി ചേച്ചിയുടെ വിശേഷങ്ങൾ പറയും. കൊല്ലപ്പിള്ളിയിൽ നിന്ന് കടപ്പാട്ടൂരോൾക്ക് പോയത് അന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയണം. കുറച്ചൊക്കെ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം തുടങ്ങി പറയും, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് അലീന പറയുന്നുണ്ട്, വെറുതെ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കണേ മോളെ, വേണ്ട എനിക്കെല്ലാതും അറിയണം എന്ന് പറയുകയാണെ. അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നത് മുതലുള്ള എല്ലാതും, കമലയുടെ അവഗണനയും വൈജയന്തിയുടെ അവഗണനയും, അതുപോലെ ഹരിയുടെ പെരുമാറ്റവും, ഹരി മോശമായിട്ട് പെരുമാറിയതും, കയ്യിൽ കയറി പിടിച്ചതും ചായ തെറിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ രോഹിത്ത് അപമര്യാദയായിട്ട് പെരുമാറിയത്, രോഹിത്ത് അലീനയുടെ മുഖത്തടിക്കുന്നതുമായിട്ടും ഉള്ള കാര്യങ്ങൾ, ലാസ്റ്റ് കള്ളി എന്നുള്ള പേര് വെച്ച് അലീനെ പുറത്താക്കുന്ന കാര്യങ്ങളും, അതിനുശേഷം നമ്മുടെ മനു തിരികെ വീട്ടിലേക്ക് അലീനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒന്ന് വിടാതെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണേ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ രേവതിക്കുട്ടി ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണേ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി പോയത് ഒരു നരകത്തിലേക്കാണല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമെന്നത്. കാരണം ഒരു കുട്ടീനെ പ്രസവിച്ച ഉടനെ തന്നെ അനാഥാലയത്തിലേക്ക് വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ അത്തരം മനസാക്ഷി ഇല്ലാത്തവരായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അവരാരും നല്ലവരായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്ന് പറയുകയാണേ. അതിനുശേഷം രേവതിക്കുട്ടി സങ്കടത്തോടുകൂടി ഇരുന്നിട്ട് പറയും, ചേച്ചിക്ക് അവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആകെ സങ്കടപ്പെട്ടിട്ട് അലീന എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ അലീന എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ, ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ചേച്ചി ആരെക്കുറിച്ച് ആലോചിച്ചെന്ന് എനിക്കറിയാം. മനുവേട്ടനെ കുറിച്ചല്ലേ ആലോചിച്ചത്? ഞാൻ എല്ലാവരെയും കുറിച്ച് ആലോചിച്ചു. മനുവേട്ടനെ ആലോചിച്ചോ? മനുവേട്ടനെ കുറിച്ച് ആലോചിച്ചു. എത്ര മിനിറ്റ് ആലോചിച്ചു? അതൊന്നും ഞാൻ കണക്ക് നോക്കിയില്ല.
ചേച്ചി മനുവേട്ടൻ ചേച്ചിക്ക് കൂട്ടിനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയും. ചേച്ചി മനുവേട്ടൻ നല്ല ജോഡികളാന്ന് പറയും. നീ എന്താ പെണ്ണെ ഈ പറയുന്നത്? മനുവേട്ടൻ എവിടെ, ഞാൻ എവിടെ, ഞാൻ ആരാ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അല്ല എന്നാലും മനുവേട്ടന് ചേച്ചിയോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയും കേട്ടോ. അതൊക്കെ എനിക്കറിയാം, മനുവേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ മനുവേട്ടൻ്റെ കസിനല്ലേടി എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാലെന്താ, അതൊന്നും മനുവേട്ടൻ അറിയില്ലല്ലോ. മനുവേട്ടൻ ചേച്ചി നല്ല ജോഡിയാന്ന് പറയും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഞാൻ ആരാ, ആരും ഇല്ലാത്തവള്, അനാഥ, സ്വത്ത്, പണം, പൊന്ന് ഒന്നുമില്ല. വേണമെങ്കിൽ പിച്ചക്കാരിന്ന് വേണമെങ്കിൽ എന്നെ പറയാം. പക്ഷെ മനുവേട്ടൻ അങ്ങനെയാണോ? വലിയ ജോലി, വലിയ സാമ്പത്തിക ശേഷി, വലിയ കുടുംബം, നല്ല രീതിയിലുള്ള ഒരു ആലോചനയൊക്കെ ആയിരിക്കും മനുവേട്ടന് വരിക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ രേവതിയും പറഞ്ഞു, അത് ശരി തന്നെയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കറിയാം മനുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്, സ്നേഹമുള്ളവനാണ്, കരുണയും ദയയും കാരുണ്യവും ഒക്കെ ഉള്ളവനാണ്. അപ്പോൾ നമ്മളൊരാൾ ഇഷ്ടം കാണിച്ചാലും നമ്മളത് മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. എന്ത് അല്ല, നിന്നോട് ഇവിടെ ഗ്രേസമ്മാൻ്റിക്കും മാമച്ചനങ്ങളും ഒക്കെ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ നീ അത് മുതലെടുക്കാൻ ശ്രമിക്കരുത്. എന്ന് വെച്ചാൽ നിന്നേക്കാളും അടുപ്പമുള്ള ഒരാൾ അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അവർ ആ സ്നേഹം അവരിലേക്ക് കൊടുക്കും. അപ്പോൾ നിനക്കത് വേദനയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിനോട് അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.